രാജ്യത്തെ ഏറ്റവും ശക്തമായ സ്ഥാപനമായ സൈന്യത്തെ നേരിട്ട് വെല്ലുവിളിച്ച് രോഷാകുലരായ പ്രതിഷേധക്കാർ സൈനിക താവളങ്ങൾ ആക്രമിച്ചു എന്ന് ഞെട്ടിക്കുന്ന വാർത്ത കേട്ടിട്ടാണ് 2023 മെയ് മാസം പാകിസ്ഥാൻ ഉണർന്നത്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റിനെ തുടർന്നാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. എന്നാൽ ഇത് രാഷ്ട്രീയവും സൈന്യവും തമ്മിലുള്ള ദുർബലമായ സന്തുലനത്തിന്റെ തകർച്ചയാണ് വെളിവാക്കിയത്. ജനങ്ങളുടെ വോട്ടിന്റെ മാനം ബഹുമാനിക്കണമെന്ന് പ്രക്ഷോഭകർ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ചിലർ ഖാൻ ഈ കലാപത്തെ സൈന്യവുമായി ചർച്ച ചെയ്യാനുള്ളൊരു തന്ത്രമായി ഉപയോഗിക്കുകയാണെന്ന് ആരോപിക്കുകയാണ് ചെയ്തത്. മിക്ക ജനാധിപത്യ രാജ്യങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളാണ് സൈന്യത്തെ നിയന്ത്രിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ സൈന്യം നീണ്ട കാലമായി സുരക്ഷ മാത്രമല്ല രാഷ്ട്രീയം, സമ്പദ് വ്യവസ്ഥ, വിദേശ നയം എന്നിവയിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ ശക്തി എങ്ങനെ നിലനിൽക്കുന്നു? മാത്രമല്ല, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വെല്ലുവിളിക്കപ്പെടുന്നത് എന്ന ചോദ്യം ഇപ്പോൾ പതുക്കെ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTI ഇപ്പോൾ പ്രധാന പ്രതിപക്ഷമാണ്. പക്ഷേ ഒരു കാലത്ത് ഇത് സൈന്യവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 2022 ഖാന്റെ സർക്കാർ അവിശ്വാസ വോട്ടിലൂടെ പുറത്താക്കപ്പെട്ടതോടുകൂടി ഈ ബന്ധം തകരുകയായിരുന്നു. സൈന്യവും വിദേശ ശക്തികളും ചേർന്നാണ് തന്റെ പുറത്താക്കൽ നടന്നതെന്ന് ഖാൻ ആരോപിക്കുകയുണ്ടായി. പിന്നീട് സൈന്യത്തിനെതിരായ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ കൂടുതൽ മൂർച്ഛിച്ചു. ഒടുവിൽ വധശ്രമത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും കൂടി ചെയ്തതോടുകൂടി അത് ചെയ്തത് മുതിർന്ന ജനറൽമാർ ആണെന്ന ആക്ഷേപവും തുടർന്നു. ഇതുമൂലം 2024 തിരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുകയാണ് ഉണ്ടായത്. അതോടുകൂടി PTIയുടെ പ്രതീകമായ ക്രിക്കറ്റ് ബാറ്റ് നഷ്ടപ്പെടുകയും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് സ്വതന്ത്രരായി മത്സരിക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയിട്ടും അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. തിരഞ്ഞെടുപ്പ് മോഷ്ടിക്കപ്പെട്ടുവെന്ന് PTI ആരോപിച്ചു. PTI സൈനിക ഇടപെടലിനെ എതിർക്കുന്നുവോ അതോ അവർക്ക് അനുകൂലമല്ലാത്ത ഇടപെടലിനെ മാത്രമാണോ എതിർക്കുന്നതെന്ന് വിമർശകർ ചോദിക്കുന്നുണ്ട്. മുർത്താസ സോലങ്കി എന്ന പത്രപ്രവർത്തകൻ 2024 തിരഞ്ഞെടുപ്പിന് മുൻപുള്ള താൽക്കാലിക സർക്കാരിൽ മന്ത്രിയായിരുന്നു. ഖാൻ സൈന്യത്തെ ആക്രമിക്കുകയും അവരുടെ ഇടപാടുകൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയല്ലെന്നും മറിച്ച് സ്വന്തം അഹങ്കാരത്തിന് വേണ്ടിയാണെന്നുമാണ് അദ്ദേഹം വാദിക്കുന്നത്. 1947 ബ്രിട്ടീഷ് കോളനി വാഴ്ചയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ പാകിസ്ഥാൻ സൈന്യം ശക്തമായ ഒരു സ്ഥാപനമായി തന്നെ ഉയർന്നു. 1958 ആദ്യത്തെ സൈനിക അട്ടിമറി നടന്നു. പിന്നീട് രാജ്യത്തിന്റെ പകുതിയോളം കാലം ജനറൽമാർ നേരിട്ട് ഭരിച്ചു. ജനാധിപത്യ കാലത്തും പലപ്പോഴും സൈന്യം പിന്നണിയിൽ നിന്ന് ശക്തി പ്രയോഗിച്ചു. പാകിസ്ഥാൻ തയ്യാറെടുപ്പുകളില്ലാതെ തിടുക്കത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യമാണെന്നും ബ്രിട്ടീഷ് ഓഫീസർമാർ നയിച്ചിരുന്ന സൈന്യം മാത്രമാണ് ശക്തമായ സാന്നിധ്യമായിരുന്നത് എന്നും മുൻ അംബാസിഡർ ഹുസൈൻ ഹക്കാനി വ്യക്തമാക്കുന്നുണ്ട്. 1951 ഒരു പാകിസ്ഥാൻ ജനറൽ അധികാരം ഏറ്റെടുത്തപ്പോൾ അവർ രാഷ്ട്രീയക്കാരെ പിന്തുണയ്ക്കാനും 1958 അട്ടിമറിയിലൂടെ അധികാരം പിടിക്കാനും തുടങ്ങി. സൈന്യം പറയുന്നത് ജനാധിപത്യ ഭരണം പരാജയപ്പെടുമ്പോൾ മാത്രമാണ് തങ്ങൾ ഇടപെടുന്നത് എന്നാണ്. 1977 ജനറൽ സിയ ഉൾ ഹക്ക് പ്രക്ഷോഭങ്ങൾക്കിടയിൽ അധികാരം പിടിച്ചു. 1999 ജനറൽ പർവേസ് മുഷറഫ് രക്തരഹിതമായ അട്ടിമറിയിലൂടെ ഭരണം ഏറ്റെടുത്തു. സൈന്യത്തിന്റെ പിന്തുണക്കാർ ഇതിനെ ഒരു ദുർബല രാഷ്ട്രത്തെ സ്ഥിരതയുള്ളതാക്കുന്ന ശക്തിയായി കാണുന്നുണ്ട്. മതതീവ്രവാദം, വിഘടനവാദം, ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കങ്ങൾ എന്നിവയെയും അവർ നേരിട്ടു. 2025 ഒരു ട്രെയിൻ ബന്ദി പ്രതിസന്ധിയിൽ ജനാധിപത്യ ഭരണത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി സൈന്യം രക്ഷാപ്രവർത്തനം നടത്തി. രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വതന്ത്രമായി ഭരിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രതിസന്ധികളിൽ അവർ പലപ്പോഴും സൈന്യത്തെ മധ്യസ്ഥതയ്ക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇത് സൈന്യത്തിന്റെ കേന്ദ്ര പങ്ക് ശക്തിപ്പെടുത്തുന്നു. റിയൽ എസ്റ്റേറ്റ് മുതൽ കൃഷി വരെ അടങ്ങുന്ന $20 ബില്യൺ മൂല്യമുള്ള ഒരു വൻ ബിസിനസ് സാമ്രാജ്യവും സൈന്യത്തിനുണ്ട്. ഈ സാമ്പത്തിക ശക്തി പരിഷ്കരണത്തെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. ചിലർ ഈ ബിസിനസ്സുകൾ വീരമൃത്യു മരിച്ച സൈനികരുടെ കുടുംബങ്ങളെ പിന്തുണയ്ക്കാനാണെന്ന് പറയുന്നുണ്ടെങ്കിലും വിമർശകർ ഇതിനെ സ്വാധീനം നിലനിർത്താനുള്ള മാർഗമായിട്ടാണ് കാണുന്നത്. സുൽഫിക്കർ അലി ഭൂട്ടോ, നവാസ് ഷെരീഫ്, ബേനസീർ ഭൂട്ടോ തുടങ്ങിയ നേതാക്കൾ നാടുകടത്തപ്പെടുകയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. പ്രക്ഷോഭങ്ങൾ പ്രതിസന്ധികളായി മാറുമ്പോൾ സൈന്യം രാജ്യത്തിനെ അതിൽ നിന്നെല്ലാം രക്ഷിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനെ അല്ലെങ്കിൽ ആളുകളുടെ സുരക്ഷയെ വെച്ച് നോക്കുമ്പോൾ ഇത് മികച്ചതായി കാണാൻ കഴിയുമെങ്കിലും ഇതിനിടയിൽപ്പെട്ട് ജനാധിപത്യത്തിന്റെ ഭാവി തകർന്നു പോവുക തന്നെയാണെന്ന കാര്യം സമ്മതിക്കാതെ തരമില്ല. സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ ഈ പ്രതിസന്ധി തരണം ചെയ്ത് ജനാധിപത്യം നിലനിർത്തുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം.